ഹലോ നമസ്തേ കപ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, പുതിയ പുതിയ കണ്ടന്റുകൾ അതൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ താടി പഠിച്ചു. അതെ അത് തന്നെ കുറെ യഥാർത്ഥ ഹൈപ്പ് എന്താണെന്ന് അതേ ഉള്ളു. അതായത് ഇത്രയും നാള് മറ്റേ എന്താണ് ബോട്ടോക്സിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് താടി വടിക്കാനേ പറ്റില്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ പടർത്തിയത് ആ രീതിയിൽ അങ്ങ് പോയ ഇതാണ്. അപ്പൊ ഇപ്പൊ താടി വടിച്ച ലുക്കിൽ വന്നു. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതിന് മുമ്പ് പോലീസ് വേഷത്തിലാണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞു, തരുമൂർത്തിയുടെ സ്റ്റോറി. അപ്പൊ അതില് മറ്റേ താടി വടിച്ചൊരു പോസ്റ്റ് ഇറക്കിയായിരുന്നു ഫാൻ മെയ്ഡ്. അത് തരുമൂർത്തി കണ്ടു കാണായിരിക്കും, പക്ഷെ ആ എക്സാക്ട് ലുക്കിൽ തന്നെ ഈ ലുക്ക് വന്നെന്നുള്ളതാണ് അതിന്റെ ഒരു മാജിക്. അഴകാണ് താടി പഠിച്ചോണ്ടല്ലോ എന്താണ് ചുണ്ടൊക്കെ കടിച്ചത് അഴകാണ്. അപ്പൊ ഇപ്പൊ നമ്മള് വന്നേക്കണത് ഇപ്പൊ നമ്മളെ L366ന്റെ ഒരു ഷൂട്ടിംഗ് വീഡിയോ വന്നിട്ടുണ്ട്. പൂജ. അപ്പൊ അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. തുടരും മ്യൂസിക് തന്നെ എടുത്തിട്ടാ L366 തലമുറ കാണുമ്പോ തന്നെ നമുക്ക് ആന്റണി വരുമല്ലോ. മറ്റേ ജോർജ് സാറല്ലേ നേരത്തെ? ഓ വന്ന് 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 അവിടെ വൈറ്റ് മീര ജാസ്മിൻ പേര് ജോർജ് സാറ്. എന്തായിരിക്കും അല്ലേ പേര്? കൊള്ളാല്ലേ, നല്ലൊരു ഫീലുണ്ട്. കിട്ടില്ല. അപ്പൊ അതാണ് പടത്തില് കാണുമായിരിക്കും. തരുമൂർത്തിയിലൂടെ ആ നിക്കണവരെല്ലാരും ഇപ്പം ഇതാണ് കുഴപ്പം. ഒരു പടത്തിന് പോയി കഴിഞ്ഞാൽ അങ്ങ് വിട്ടണം. വെറുതെ കൊണ്ടുവന്ന് വെറുതെ കൂടെ ആക്കേണ്ട, പുതിയ ക്യാരക്ടറെ കൊണ്ടുവരണം. അത് നമ്മ ചിലപ്പോ അർഹിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിപ്പം പറയാൻ പറ്റില്ല. പുള്ളി എന്തായാലും അഭിനയിച്ചൊന്നും മോശമാക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ തരുമൂർത്തിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ഒരു ലാലേട്ടൻ കോംബോയിൽ നമ്മൾ മറന്നുപോയ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ലാലേട്ടൻ ശോഭന, ലാലേട്ടൻ മീര ജാസ്മിൻ, അങ്ങനെ കുറെ കോംബോകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തുടരൂലാണെങ്കിൽ ലാലേട്ടൻ ശോഭന ഇത് കൊണ്ടുവന്നു കോംബോ. ഇത്തവണ നമുക്ക് മീര ജാസ്മിനെ കൊണ്ടുവന്നേക്കണം. അപ്പം തരുമൂർത്തി പിന്നെ ആ ഒരു സാധനം ഒരു രസതന്ത്രം. അപ്പൊ തരുമൂർത്തിക്ക് അറിയാം നമ്മളെ ലാലേട്ടൻ ഫാൻസിന്റെയും ലാലേട്ടന്റെയും പൾസ് എന്തിനാണെന്ന് തരുമൂർത്തിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി ആ രീതിയിൽ ചെയ്യും. അതൊക്കെ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ, അത്രേ ഉള്ളൂ. അതൊക്കെ പ്രതീക്ഷിക്കണല്ല. പിന്നെ ആന്റണി ഒരു സിമ്പിൾ ആന്റണിയുടെ പ്രൊഡക്ഷൻ അല്ല, വേറെ ഇതാണ്. പിന്നെ അതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ എല്ലാരും പിന്നെ അവരാ ടീം തന്നെയാണ്, തുടരുവിന്റെ അതേ ടീം തന്നെ. മറ്റേ ബിനു പപ്പു അവരാണ് അസിസ്റ്റന്റ് ഒക്കെ ചെയ്യണം ആണെന്ന് തോന്നുന്നു. അസിസ്റ്റന്റ്. അപ്പൊ L366 എന്തരായിരിക്കാം സ്റ്റോറി? എന്തായാലും പോലീസ് വേഷമാണ്. പേരെന്തരായിരിക്കാം? ആയിരിക്കല്ലേ വല്ല പറയാൻ പറ്റില്ലടാ. എന്തെങ്കിലും മറ്റേ ക്രൈം ഫയൽസ് എന്നൊക്കെ പറയും പോലെ എന്തെങ്കിലും ഒക്കെ പേരായിരിക്കും അല്ലേ? വെറൈറ്റി പേരായിരിക്കണം. അത് പുള്ളിയുടെ സിനിമകളെല്ലാം വെറൈറ്റി പേരാണ്. മറ്റേ സൗദി വെള്ളക്ക, ഓപ്പറേഷൻ ജാവ, തുടരും, ഇതും ഇടിയും മിന്നലും അങ്ങനെ പേരുമായിരിക്കും. പക്ഷെ ഒരു കിടിലം റോളാ. ഒരു പോലീസ് വേഷത്തിൽ എത്തണം പറഞ്ഞാൽ കൊറേ നാളായി പോലീസ് വേഷം കണ്ടിട്ട്. നമ്മളെ ഇടക്കിടക്ക് പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലാലേട്ടന്റെ പോലീസ് വേഷത്തിൽ വന്ന ചിത്രം ബാബ കല്യാണം. ആ ടൂണൊക്കെ അത് തിയേറ്ററിൽ കണ്ടില്ല. ഇല്ല നമ്മള് ചെറുതായിരുന്നു. അല്ല നമ്മള് തിയേറ്ററിൽ കാണാൻ പോയിട്ടില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പുള്ളിയുടെ ഒരു സാധനം എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഓൺ സർവീസ് ഇരിക്കണ പോലീസുകാരനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതിനകത്ത് ബാബ കല്യാണിലാണെങ്കിലും മറ്റേ ഒരു ഫാമിലി ഇമോഷൻ ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത്. മറ്റേ അമ്മേരെയൊക്കെ ഒരു കൈ നീറായി ആ പാട്ടൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വന്നാൽ സൂപ്പർ ആയിരുന്നേനെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല പിന്നെ അതാണ്. അപ്പൊ അതൊക്കെയാണ്. എന്തായാലും മനസ്സ് നിറഞ്ഞു തരുമൂർത്തിയുടെ ചിലപ്പോ കാണുമ്പോ തന്നെ നമുക്ക് അല്ലേ ഒരു രസമാണ്. കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇപ്പൊ പടം അടിപൊളി ആവട്ടെ എന്ന് നമ്മള് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് അത്രയൊക്കെ ഉള്ളു. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഉടനെ വരാം. അണ്ടിൽ ദെൻ ലൈൻ കട്ട്.